ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നാളെ നമ്മുടെ മോളുടെ പിറന്നാളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിനായിട്ടുള്ള കേക്ക് ബേക്കിങ്ങും കാര്യങ്ങളിലൊക്കെയാണ്. അപ്പോൾ അതായത് നമ്മുടെ കേക്ക് ബേക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളിന്ന് ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ന്യൂട്ടെല്ല കേക്കാണ് കേട്ടോ. പിന്നെ അതേമാതിരി നമ്മൾ ഫോണ്ടൻറ്റിൽ നമ്മളെ പേരെഴുതിയെടുത്തിട്ടുണ്ട്. ഒരു ബേബി ഗേളിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെയുള്ള ഡിസൈൻസൊക്കെ. പിന്നെ അതെ നമ്മുടെ പച്ചക്കറി അരിഞ്ഞ് വയ്ക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ തലേന്ന് അരിഞ്ഞ് വെച്ചാൽ നാളെ രാവിലെ എടുത്തുണ്ടാക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കുമല്ലോ. അപ്പോൾ അതേ മോള് അവൾ ചെയ്തോളാന്ന് പറഞ്ഞ് ആദ്യം വന്നിരിക്കുന്നുണ്ട്. ഞങ്ങൾ ചെയ്യേണ്ട, അവൾ ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ അതേ പച്ചക്കറികളൊക്കെ ഞങ്ങൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ അതേ പിറ്റേ ദിവസം രാവിലെ നമ്മൾ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. അതുപോലെ പച്ചക്കറി കാര്യങ്ങളൊക്കെ മുറിച്ച് വെച്ചത് കഴുകി വൃത്തിയാക്കി എടുക്കാം. നമ്മൾ ആദ്യം ഉണ്ടാക്കുന്നത് നമ്മൾ അവിയലാണ് കേട്ടോ. അപ്പോൾ അവിയലിൻ്റെ കഷ്ണങ്ങൾ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കുക. പിന്നെ അതേപോലെ തന്നെ പാത്രം എണ്ണ പുരട്ടിയതിന് ശേഷം നമുക്ക് കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. കഷ്ണത്തിൻ്റെ കൂടെ നമുക്ക് മഞ്ഞൾപ്പൊടി, പിന്നെ കഷ്ണം വേവാനുള്ള കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അടച്ച് വയ്ക്കാം. ഒന്ന് തിളച്ചതിന് ശേഷം മാത്രം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് നമ്മളത് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കാനുള്ള പണികൾ തുടങ്ങാം. അങ്ങനെ അതെ നമ്മളെ തേങ്ങയൊക്കെ അരച്ച് വെച്ച് അടുപ്പത്തെ ജോലികളെല്ലാം ഒതുക്കിയിട്ടുണ്ട്. പിന്നെ രാവിലെ അവൾ നീറ്റ് വന്ന് അവളെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിത് കടയിൽ പോയിട്ട് വരികയാണ്. അലൂസിൻ്റെ കയ്യിലെന്താ? ഇതെന്തിനാ? തന്നെ ഇന്ന് കുഞ്ഞിൻ്റെ എന്താണ്? അപ്പോൾ ഇത്രയും വിഭവങ്ങളാണ് നമ്മുടെ മോളുടെ പിറന്നാളിന് തയ്യാറാക്കിയിട്ടുള്ളത് കേട്ടോ. അവൾക്ക് എല്ലാ വിഭവങ്ങളും വിളമ്പി കൊടുക്കാം. നമ്മളിവിടെ പിറന്നാളിൻ്റെ അന്ന് ഇല ഇങ്ങനെയാണ് കേട്ടോ വെക്കുക. ഇങ്ങനെ വെച്ചതിന് ശേഷം എല്ലാ വിഭവങ്ങളും വിളമ്പും. പിന്നെ അതുപോലെ ഫ്രണ്ടിലൊരു നിലവിളക്കും കത്തിച്ച് വെക്കും കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ചോറുണ്ണതിന് മുന്നേ ആയിട്ട് അരിയും പൂവിട്ട് അവളെ അനുഗ്രഹിക്കുകയാണ്. പക്ഷെ അവളതിന് ആദ്യം മുന്നേ തന്നെ കഴിക്കൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ എല്ലാ വിഭവങ്ങളും കൂടെ കൂട്ടിയിട്ട് ഒരു ഉരുള കൊടുക്കാൻ നോക്കിയതാണ്. അപ്പോൾ അവൾ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് പച്ചവറ്റ് കൂടെ പിന്നെയും കൂട്ടിയിട്ട് അവളെ പറ്റിച്ച് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അവൾ തന്നെ കഴിച്ചോളാമെന്ന് പറഞ്ഞു. പിന്നെ രസം ഒഴിച്ചിട്ടാണ് അവൾ ചോറുന്നത്. സാധാരണ കറികളൊന്നും ഒഴിക്കാത്തതാണ്. ഇന്നത്തെ രസം ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ അത് കൂട്ടി കഴിക്കുന്നുണ്ട്. ഞങ്ങളും ഉണ്ണായിരുന്നു കേട്ടോ. പിന്നെ കേക്ക് കട്ടിങ്ങിലേക്ക് കിടന്നു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളുണ്ടാക്കിയ കേക്ക്. അപ്പോൾ ആൾ ഭയങ്കര ഹാപ്പിയാണ്. ഇതാണ് ബർത്ത്ഡേ ഡ്രസ്സ്, അച്ഛൻ്റെ വക എടുത്ത ബർത്ത്ഡേ ഡ്രസ്സ് ഇട്ടിട്ടാണ് ആൾ കേക്ക് കട്ടായി ഇരുന്നിട്ടുള്ളത്. ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ ഒന്ന് കേക്ക് കട്ടായി ഇരുന്നിട്ടുള്ളത്. അവൾക്ക് ഇഷ്ടപ്പെട്ട കേക്കാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു കിടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവൾ തനിയെ കേക്ക് മുറിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് തരികയാണ് കേട്ടോ. ഞങ്ങൾ വേണ്ട, നീ ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് അവൾക്കന്നെ കൊടുത്തു. അപ്പോൾ പിന്നെ അവൾക്ക് അടുത്ത പീസാണ് അച്ഛമ്മ വന്നിട്ടാണ് കൊടുക്കുന്നത്. അച്ഛമ്മയ്ക്ക് അവളെ തിരിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അടുത്തത് ഞാൻ കൊടുക്കാമെന്ന് വിചാരിച്ചു. കേക്ക് കട്ട് ചെയ്തു. ഞാനും അവൾക്ക് ഒരു കഷ്ണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് ഫോട്ടോസ് കാണാൻ ബർത്ത്ഡേക്ക് എടുത്ത്.